അതിന് നമുക്ക് സ്വപ്നതുല്യമായ പദ്ധതികളുമായിട്ടാണ് ഈ സർക്കാർ വരുന്നത്. ഞാൻ ബജറ്റ് 19-ാം തീയതി അവതരിപ്പിക്കുകയാണ്, ആദ്യത്തെ ബജറ്റ്. ആ ബജറ്റിലെ രഹസ്യങ്ങൾ മുൻകൂട്ടി നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 1-2 വർഷക്കാലമായി ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമാണ്. ഗവൺമെന്റിനെ വിമർശിച്ചതോടൊപ്പം ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലത്ത് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഗവേഷണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷമായിരുന്നു ഞങ്ങളുടേതെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്ത് സ്വപ്ന പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുന്ന ഏറ്റവും സ്വപ്നതുല്യമായ ഒരു പദ്ധതി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഏവിയേഷൻ പ്രോജക്റ്റുകളുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാനുള്ള പദ്ധതികൾ ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. അതിനെല്ലാം നമ്മൾ ശക്തമായ ടീം ബിൽഡ് ചെയ്ത് ഏറ്റവും വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി കൊണ്ടുവരണം. കേരളം സെക്കുലറായി നിലനിൽക്കണം, മതസൗഹാർദ്ദം നിലനിൽക്കണം. എല്ലാം നമ്മുടെ മതേതരത്വം എന്ന് പറയുന്നത് പാശ്ചാത്യ നാടുകളിലെ മതേതരത്വമല്ല, അത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതനിരാസമാണ്. ഇവിടെ അതല്ല, ഇവിടെ ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ്, മതങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. എല്ലാവരെയും സഹോദര മതത്തിൽപ്പെട്ട ആളുകൾക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ സംരക്ഷിക്കുന്ന മതേതരത്വമാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ആരും വർഗീയത പറയരുത് എന്നുള്ള ശക്തമായ നിലപാട് നമുക്ക് ലോകത്തോട്, നമ്മുടെ രാജ്യത്തോട് പറയാൻ കഴിയണം അഭിമാനത്തോടെ. ഇത് ഞങ്ങളുടെ മതേതര കേരളമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ ഒരു കേരളം ഉണ്ടാകണം, എല്ലാ രംഗങ്ങളിലും മാറ്റമുണ്ടാകുന്നു. അതിന് ഈ കൊച്ചിയുടെ, ഈ നഗരത്തിന്റെ, ഈ ജില്ലയുടെ മുഴുവൻ പിന്തുണ വേണം. എന്റെ കൂടെ 3 മന്ത്രിമാർ കൂടിയുണ്ട്. മിടുമിടുക്കരായ ഹൈബി ഈഡനും ബെന്നി ബെഹനാനും ഫ്രാൻസിസ് ജോർജുള്ള MP-മാരുണ്ട്, ശ്രീ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ. ഈ പൗരാവലിയുടെ പിന്തുണയുണ്ട്. നമുക്ക് ഈ നഗരത്തെയും ഈ ജില്ലയെയും മാറ്റിയെടുക്കാൻ കഴിയണം. കൊച്ചി അത് നമ്മുടെ സ്നേഹമാണോ എന്താണോ എന്ന് അറിയില്ല. ഈ കൊച്ചി ആയിരിക്കരുത് കുറച്ചുനാൾ കഴിയുമ്പോഴുള്ള കൊച്ചി. ഈ രാജ്യത്തിന് മാതൃകയായ ഒരു നഗരമാക്കി നമുക്ക് നമ്മുടെ കൊച്ചിയെ മാറ്റണം. എന്തുമാത്രം വാഹനങ്ങളാണ്! ഏറ്റവും മോഡേണായ ഒരു സിറ്റിയായി നമ്മുടെ നഗരം മാറണം.